നമ്മുടെ കുട്ടിക്കാലത്ത് കളിക്കുന്ന കളികളിൽ ആൾക്കാർ തോൽക്കും, എല്ലാരും ജയിക്കില്ല. സോ തോൽവി എന്താണെന്ന് കണ്ടറിഞ്ഞവരാണ്. നമുക്ക് ഒന്നും രണ്ടും സിബ്ലിങ്സ് ഉണ്ടായിരുന്നു, വീട്ടിൽ ബാക്കി കസിൻസ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പലതും ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു എൻവയൺമെന്റിൽ നോക്കുമ്പോ തോൽവി ഈസി ആയിട്ട് നമുക്ക് ഫേസ് ചെയ്യാം. ഒരാള് വഴക്ക് പറഞ്ഞാൽ ഈ തവി എടുത്താലും നമുക്കത് ഓക്കെയാണ്. അടുത്ത മിനിറ്റ് അമ്മ എന്ന് പറഞ്ഞു പോയി കെട്ടിപ്പിടിക്കാൻ നമുക്ക് പ്രശ്നമില്ല. ഇന്നത്തെ സിറ്റുവേഷനിൽ വ്യത്യാസം വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിയേ ഉള്ളൂ. ഇവൻ ഒരിക്കലും തോൽക്കാൻ പാടില്ല. കളിക്കുന്നത് വീഡിയോ ഗെയിമാണ്, പുറത്ത് എക്സേർഷൻ ഇല്ല. ഈ വീഡിയോ ഗെയിമിന് ചീറ്റ് കോഡ് കൊടുത്ത് ഇവൻ എങ്ങനെയെങ്കിലും ജയിപ്പിക്കാൻ വേണ്ടി വേണമെങ്കിൽ പൈസ കൊടുത്ത് വേണമെങ്കിലും ജയിപ്പിക്കും. ബിക്കോസ് ജയിച്ചാൽ അവൻ ഹാപ്പി ആവും. ഇവനെ ഹാപ്പിയാക്കാൻ വേറെ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവനെ തോൽക്കാൻ പഠിപ്പിക്കുന്നില്ല. ഹി ഹാസ് ടു വിൻ എന്നുള്ളതായി. ഇങ്ങനെ ആയി കഴിയുമ്പം ഇവന് ഷെയർ ചെയ്യാൻ ആരുമില്ല. അച്ഛനും അമ്മയും ഇവൻ ചോദിക്കുന്ന സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി വർക്ക് ചെയ്ത് ഇവനെ അങ്ങ് മറക്കും. സോ ഹി ഗെറ്റ്സ് ടോട്ടലി അലോൺ. ആരുടെ ഇത് പോയി പറയാ? അതിന്റെ പേര് തന്നെയാ ഡിപ്രഷൻ. സത്യമല്ലേ? ഇത് ആരുടെടുത്തും കൺവേ ചെയ്യാൻ പറ്റാതെ ആവുമ്പോ ഇത് രോഗമായിട്ട് മാറും. കാരണം മൈൻഡിൽ എന്തുണ്ടോ അതേ റിഫ്ലക്ട് ചെയ്യാൻ പറ്റുള്ളൂ ബോഡിക്ക്. സോ നമ്മൾ ജീവിച്ച സാഹചര്യം വ്യത്യാസമുണ്ട്. അവിടെ നമുക്ക് കഷ്ടതകൾ എന്താണെന്ന് നമുക്ക് അറിയാം. ഒരു പെൻസിൽ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അടി കിട്ടും. നേരത്തെ ഇൻസ്ട്രുമെന്റ് ബോക്സ് അല്ലെങ്കിൽ ഒരു ഹീറോ പെൻ കിട്ടണമെങ്കിൽ ഫിഫ്തിൽ മേടിച്ചിരുന്ന പിന്നെ 10th കാണത്തുള്ളൂ. അതിന്റെ നിബ് കോഡിങ് പരുവാവണം. എനിക്ക് പെൻസിൽ എന്ന് പറഞ്ഞാല് 5 പെൻസിൽ, 10 സ്കെയില്, 25 റബ്ബർ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാൻ പാരന്റ്സ് റെഡിയാണ്. കാരണം അവൻ സന്തോഷിക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. അവൻ സന്തോഷിക്കില്ല. അവൻ തോൽക്കാൻ പഠിക്കാതെ ചോദിച്ചാൽ എല്ലാം കിട്ടും. ലൈഫിൽ അങ്ങനെ ചോദിച്ചാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല.